പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സ്നേഹത്തിലായിരിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹവും കരുണയും യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും ഇതുപോലെ ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ സ്നേഹം മനസ്സിലാക്കി നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിന്റെ സ്നേഹവും കരുണയും തിരിച്ചറിയുവാന് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗോന്മുഖരാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തതുപോലെ 147 സങ്കീർത്തനം അതിൻ്റെ 3-ാം തിരുവചനം, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഈശോയെ, സുഖപ്പെടുത്തുന്നവൻ നീയാണ്, അനുഗ്രഹങ്ങൾ നൽകുന്നവൻ നീയാണ്, കരുണ കാണിക്കുന്നവൻ നീയാണ്, പാപങ്ങൾ മോചിക്കുന്നവൻ നീയാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ ഈശോയെ, നീ വാഗ്ദാനം ചെയ്ത ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായതുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനും കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വളരെ പ്രത്യേകമായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ നിത്യപുരോഹിതനായ ഈശോയുടെ പ്രാർത്ഥന. ഈശോയുടെ പ്രാർത്ഥന മുഴുവനും തൻ്റെ കൂടെയായി തൻ്റെ ജീവിതത്തോട് ചേർന്ന് നടന്നിരുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. മറ്റാരിലും രക്ഷയില്ല, തന്നിൽ മാത്രമേ രക്ഷയുള്ളൂ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ മുഴുവനും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നടന്നിരുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. അവിടെ ഈശോ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. ഈശോയുടെ ഈ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈശോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ പിന്നിലെ രഹസ്യം, ഈശോയ്ക്ക് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു അവരോട്. ഇതുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു ഈശോയെ നമ്മൾ വചനത്തിൽ കാണുന്നു. കാരണം സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു വധി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവം കരം പിടിച്ചു തന്ന ആ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ആ ഒരു കനിഞ്ഞ് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ നമ്മളെ ഓരോ രീതിയിൽ സഹായിച്ചുകൊണ്ട് നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത് നമ്മളെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തിയവരുണ്ടാവും, നമ്മളെ ഒറ്റപ്പെടുത്തിയവരുണ്ടാവും, കുറ്റപ്പെടുത്തിയവരുണ്ടാവും. അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വളർച്ചയുണ്ടാകണം. സാധാരണ ഒരു ജീവിതത്തിൽ സാധാരണ ഒരു ഒഴുക്കിൽ പെട്ടു പോകുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ സാധിക്കത്തില്ല. പക്ഷേ അതിനേക്കാൾ ഒരു ഉയർന്ന രീതിയിൽ ചിന്തിക്കുവാനും ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവാനൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കത്തുള്ളൂ. അതായത് പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്, ഉന്നതത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് ദൈവികമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗീയ പിതാവിന് മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേക ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റുക എന്നുള്ളത്. ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കൾ, അങ്ങനെ സ്വർഗീയ അനുഭൂതിയിലേക്ക് എല്ലാ കുടുംബങ്ങളും വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈശോയെ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അയോഗ്യരാണെങ്കിലും നീ ഞങ്ങളോട് കാണിച്ച സ്നേഹം അതിരില്ലാത്തതാണ്. അവർ വലിയ ബോധ്യത്തോടെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.